മണിയമ്പിള്ള രാജുവിന്റെ വാഹനം ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് പോലീസ് എടുത്ത കേസിൽ നടന്റെ വൈദ്യപരിശോധനാ ഫലം 2 ദിവസത്തിനുള്ളിൽ പുറത്തുവരും. അപകടമുണ്ടായി 10 മണിക്കൂറിലധികം കഴിഞ്ഞതിനാൽ കെമിക്കൽ അനാലിസിസ് അടക്കം നടത്താൻ പോലീസ് ഒരുങ്ങുകയാണ്. അലക്സ് റാം മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അലക്സ്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ മട്ടിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം മദ്യപിച്ചിരുന്നു. ഇനി മദ്യപിച്ചിരുന്നെങ്കിൽ തന്നെ ആ സമയം കഴിഞ്ഞുള്ള ഒരു പരിശോധനയിൽ അത് വ്യക്തമാകുമോ? അപ്പോൾ അതിനായിട്ടാണല്ലോ ഈ കെമിക്കൽ അനാലിസിസ് പരിശോധന. ക്രിസ്റ്റിന, ഹാഷ്മി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് നടൻ മണിയമ്പിള്ള രാജു ഓടിച്ച വാഹനം ഒരു ഇരുചക്ര വാഹനത്തിൽ ഇടിക്കുന്നതും 2 ചെറുപ്പക്കാർക്ക് പരിക്കേൽക്കുന്നതും. ആ ചെറുപ്പക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ കഴിഞ്ഞ ദിവസം രാവിലെയോടുകൂടിയാണ് മണിയമ്പിള്ള രാജുവും ഈ കേസെടുത്ത മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി മണിയമ്പിള്ള രാജുവിൻ്റെ കസ്റ്റഡി രേഖപ്പെടുത്തുന്നതും തുടർന്ന് വൈദ്യപരിശോധന നടത്തുന്നതും അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചതുമൊക്കെ അതിന് പിന്നാലെ, അതായത് ഏതാണ്ട് ഒരു 10-11 മണിക്കൂറിന് ശേഷമാണ്. അതിനാൽ നടൻ മദ്യപിച്ചിരുന്നു എന്നുള്ള കാര്യം സംശയിക്കുന്നു. നടൻ പറയുന്നത് അദ്ദേഹം വിവിധ രോഗങ്ങൾക്ക് ചികിത്സയിലായതിനാൽ തന്നെ വർഷങ്ങളായി മദ്യപിക്കുന്നില്ല എന്നാണ് നടനും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളും പറയുന്നത്. പക്ഷേ പോലീസിന് ഇതിൽ വീഴ്ചയുണ്ടായോ എന്ന കാര്യമാണ് നിലവിൽ ഇപ്പോൾ പോലീസ് പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ കേസെടുക്കുന്നതിൽ, അതല്ലെങ്കിൽ മണിയമ്പിള്ള രാജുവിൻ്റെ വൈദ്യപരിശോധന സമയബന്ധിതമായി നടപ്പാക്കുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. കാരണം പോലീസ് പറഞ്ഞതും നടൻ മണിയമ്പിള്ള രാജു അന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞതും തമ്മിൽ പൊരുത്തക്കേടുണ്ട്. പോലീസ് പറഞ്ഞത് മണിയമ്പിള്ള രാജുവിൻ്റെ വീട്ടിലേക്ക് എത്തിയെന്നാണ് പോലീസ് പറഞ്ഞത്, രാത്രി തന്നെ എത്തിയെന്നാണ് പറഞ്ഞത്. പക്ഷേ മണിയമ്പിള്ള രാജു അങ്ങനെയല്ല പറയുന്നത്, താൻ വിളിച്ചറിയിച്ചു എന്നാണ് മണിയമ്പിള്ള രാജു പറഞ്ഞത്. ആ പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായോ എന്നുള്ള കാര്യമാണ് പ്രധാനമായി അന്വേഷിക്കുന്നത്. അന്വേഷണം ഇന്നു മുതൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DCP വിനോദിനാണ് അന്വേഷണ ചുമതല ഉള്ളത്. സമാന്തരമായി തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രക്തപരിശോധന നടത്തിയിരുന്നു മണിയമ്പിള്ള രാജു മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ. പക്ഷേ 10 മണിക്കൂറോ 12 മണിക്കൂറോ കഴിഞ്ഞതിൽ അതിൻ്റെ കൃത്യമായ ഫലം ലഭിക്കുകയില്ല. അതിനാലാണ് ഈ രാസപരിശോധന കൂടി നടത്തുന്നത്. ആ കെമിക്കൽ ഫലം കൂടി ലഭിക്കേണ്ടതുണ്ട്. അതുകൂടി ലഭിച്ചാൽ മാത്രമേ അദ്ദേഹം പറയുന്നത് സത്യമാണോ എന്ന് മനസ്സിലാകുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം സത്യമാണ്. അതായത് അദ്ദേഹം ഈ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഇരുചക്ര വാഹനം അമിത വേഗതയിൽ വന്ന് ഇടിക്കുകയായിരുന്നു എന്നുള്ള കാര്യം CCTV ദൃശ്യങ്ങളടക്കം വ്യക്തമാണ്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താൻ പറഞ്ഞത് ശരിയാണ് എന്ന തരത്തിൽ തന്നെ ന്യായീകരിക്കുകയും ചെയ്തു. ഈ കേസുമായി തന്നെ മുന്നോട്ട് പോകും, ഒത്തുതീർപ്പിനില്ല എന്നാണ് മണിയമ്പിള്ള രാജുവും അതുപോലെ ഈ പരിക്കേറ്റ കുട്ടികളും ഈ പരിക്കേറ്റ വിദ്യാർത്ഥികളും വ്യക്തമാക്കുന്നത്. ഹാഷ്മി. അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.